ഹായ് ഫ്രണ്ട്. നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്കതിനൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മളത് പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബീറ്ററിന്റെ ആവശ്യമില്ല, വിസ്ക് ആയാലും മതി. അതുകൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഈ മുട്ടയും വാനില എസൻസും എല്ലാം നല്ലോണം മിക്സ് ആയി കിട്ടും. അല്ലേ, നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വാനില എസൻസിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഈ കേക്കിന്. പിന്നെ കറുവപ്പട്ടടയും എല്ലാത്തിനും കൂടിയിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ കേക്കിന്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ കറുവപ്പട്ടയും ഒക്കെ കൂടി നമ്മളൊന്ന് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുമോ? ഒരു വെറൈറ്റി കേക്കല്ലേ ഇത്. എല്ലാവർക്കും പ്ലം കേക്ക് നല്ല ഇഷ്ടമല്ലേ? ക്യാരറ്റ് കേക്കിൻ്റെ നല്ലൊരു കേക്കാണ് ഇത്. നമുക്ക് നല്ലോണം
പ്രീ ഹീറ്റ് ചെയ്യണ ആ നേരം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സിലേക്ക് നമ്മൾ ഫസ്റ്റ് അരിച്ചു വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. കേക്ക് മിക്സ് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഈ ഒരു മോഡലിൽ വേണം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട കെട്ടാണ്ട് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും അതുപോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 ടേബിൾ സ്പൂൺ. അതിൻ്റെയും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. എല്ലാതും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട കുത്തും. അത് കാരണമാണ് കുറച്ചീസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെങ്ങനെ നേരത്തെ പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ ആരും. കുറച്ചീശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ അതാണ് കേട്ടോ അതിൻ്റെ മെത്തേഡ്. കേക്കിൻ്റെ മിക്സ് നമ്മൾ ഇളക്കുമ്പോൾ ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ കേക്കിൻ്റെ ഇടയിലൊക്കെ ഈ കാഷ്നട്ട്സ് കൊടുക്കുമ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ഒരു അലുമിനിയം ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ നമ്മൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ അതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മളതിനെ വെച്ചു കൊടുത്തു. ഇനി നമ്മളതിനൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ തുറന്ന് നോക്കണത്. 1 മണിക്കൂറാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. നമ്മുടെ ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മണിക്കൂറാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം 1 മണിക്കൂർ ഇതിനെ വെക്കാൻ. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ആയിട്ടുണ്ടോയെന്ന് അറിയാം, പപ്പടക്കോല കൊണ്ട് കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ടിന്നിൽ നിന്ന് അതിനെ മാറ്റി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റ് കേക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്പോഞ്ചിയാണ്. ഞാൻ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. ഒരു സ്പെഷ്യൽ സ്മെല്ലും നല്ല സ്പെഷ്യൽ ടേസ്റ്റും ഉള്ളതാണ്. വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പി കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.